പൂർണ്ണമായി എന്നെ നീ അറിയുന്നു. പാപം വലുതാണതുപോലങ്ങേ കൃപയും വലുതെന്നറിവൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. നാഥ, നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വച്ചു, ആദിയിലലിവോടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും. പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ, കൂടുതകർത്ത പ്രാക്കളയല്ല. കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോർ കരയും, മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായിൽ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവെന്നെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ, നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരുതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലെന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹ കർത്താവേ, നീ അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനണച്ചരുളേണം. ആദിമുതൽ എന്നേക്കും ആമേൻ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിൽ ഉയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. നീ നിന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ
നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായി ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. നിത്യമായി നീ എന്നെ മറന്നുകളയുമോ? എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും. എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിപതിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലതുഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹസമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായി നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലെ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലെ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു.
പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ, എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവുമതിലെ ജഡികാശകളും, നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ദൈവമേ, നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസിയുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായി ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്ന് ആരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ തൃത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. സമയമടുത്തു, ദൈവമിതാ ന്യായാധിപനായി അണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവും ആശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസ്സും. എന്നിൽ ദൃഢമാം വിശ്വാസം ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആരു നിനക്ക് തുല്യനാകും? എതിരേൽപ്പിനായി വന്നവരാം കന്യകമാരോടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനതാ സ്വർഗത്തിൽ വാതിൽ തുറന്നു മണയുന്നു. കന്യകളാൽ പരിസേവിതനായി. നീതിമാനായി നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകും നാഗസുഖം. ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണിയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്കു വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാം
പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരൊരുമിക്കും. അവിടെയവർക്കില്ലധ്വാനം പീഡയുമാധിയുമില്ലവിടം, സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടമെത്ര മനോഹരമാം, അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്കിൽ മന്നവർ തൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാഴ്ക്കുടിലാ. കർത്താവേ, നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ. മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, നിന്നുടെ യാഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തന്നെ നിർത്തണമേ. ശരണം മർത്യനു നീയല്ലോ. ആദിമുതൽ എന്നേക്കും ആമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടി അനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ് പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന. യോപ്പെ നഗരത്തിൽ സൽപ്രവൃത്തികളാലും ദാനധർമ്മങ്ങളാലും സമ്പന്നയായി തിവീസ എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ അവൾ രോഗം പിടിപെട്ട് മരിക്കുകയും അവർ അവളെ കുളിപ്പിച്ച് മാളികയിൽ കിടത്തുകയും ചെയ്തു. തത്സമയം ശിമയോൻ പത്രോസ് യോപ്പായിക്ക് സമീപമുള്ള ലോദ് എന്ന പട്ടണത്തിലുണ്ടെന്ന് ശിഷ്യർ കേട്ടു. വേഗം തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുവാൻ രണ്ടുപേരെ ശിഷ്യർ അവന്റെ പക്കലേക്ക് അയച്ചു. ശിമയോൻ എഴുന്നേറ്റ് അവരുടെ കൂടെ പോയി. അവൻ സ്ഥലത്തെത്തിയപ്പോൾ അവർ അവനെ മാളികയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. തിബീസ ജീവിച്ചിരുന്നപ്പോൾ നൽകിയ അങ്കികളും പുറംകുപ്പായങ്ങളും കാണിച്ച് കരഞ്ഞുകൊണ്ട് വിധവകളെല്ലാം അവന്റെ ചുറ്റും കൂടി നിന്നു. എല്ലാവരെയും പുറത്തിറക്കിയ ശേഷം ശിമയോൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിതാവേ, അവൻ മൃതശരീരത്തിന് നേരെ തിരിഞ്ഞ് തിബീസ എഴുന്നേൽക്കുക എന്ന് ആജ്ഞാപിച്ചു. അവൾ കണ്ണുകൾ തുറക്കുകയും ശിമയോനെ കണ്ടപ്പോൾ എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. അവൻ കൈ നീട്ടി അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അനന്തരം വിശുദ്ധരെയും വിധവകളെയും അകത്ത് വിളിച്ച് ജീവനുള്ളവളായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് പട്ടണം മുഴുവൻ പരസ്യമായി. വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എന്റെ രക്ഷകനും ദൈവവുമായ കർത്താവേ, രാവും പകലും നിന്നെ ഞാൻ വിളിക്കുന്നു. പരിശുദ്ധാരൂപിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിയുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാരൂപിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിയുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാരൂപിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട്
നമ്മുടെ സഹോദരിയുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. കർത്താവെ, അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവെ, നിന്റെ ദയാധിക്യത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. അനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. പുരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. അഗാധത്തിൽ നിന്ന് അതിനെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായി ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായി നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിച്ച് ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമൃഗങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാവുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും
മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗകവാടം തുറക്കൂ നാഥാ, കർത്താവായ യേശു അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവിടുന്ന് വീണ്ടും അരുൾ ചെയ്തു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവപറുദീസായിൽ ശുദ്ധന്മാർക്കങ്ങു നൽകിയിടുന്നതാം ശ്രേഷ്ഠമാമവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു നിത്യം സ്തോത്രം പാടും ഞാൻ. സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. കർത്താവേ, അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. കർത്താവേ, പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ ആർക്കു നിലനിൽക്കുവാൻ കഴിയും? ദൈവമേ, അങ്ങ് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്റെ ആത്മാവ് അങ്ങയെ തന്നെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, ഉദാരശീലനും ദാക്ഷിണ്യവാനും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ.
കർത്താവേ, എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു. നിന്റെ ദൃഷ്ടിയിൽ എന്റെ പ്രവാസമൊന്നുമല്ല. മനുഷ്യജീവിതം നീരാവി പോലെ കടന്നുപോകുന്നു. അവന്റെ അധ്വാനവും വ്യർത്ഥമത്രേ. അവൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു, എന്നാൽ അതാര് കൊണ്ടുപോകുമെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നത് എന്താണ്? എന്റെ പ്രത്യാശ നിന്നിലത്രേ. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീഥിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരെ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരെ. വീട്ടുവാനെനിക്കാകുമോ? മരണം വരുമൊരു നാൾ ഓർക്കുക മർയാമേ. കൂടെ പോരും നിൻ ജീവിത
ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞ് നിലകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർയാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർയാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. സ്വർഗയാത്ര ചെയ്യുമ്പോ എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഞാൻ തരികേ
അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ആകെയാര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ രാപ്പകൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ വസിക്കുന്നു. അപ്പോഴും എൻ മനസ്സിൻ്റെ ചക്രം മുൻപോടുന്നു. സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പേടുവാൻ ജേഠത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമോക്ഷം കാൺകയത്രേ കാഞ്ചിതം. നിത്യമായൊരു വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാരോദീസയിൽ. എതിരേൽക്കാനായി ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം
പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമേ വല്ലഭാഗം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ, 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാരാജാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായി യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമേ, പുരാന്യമേ, പാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും. മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമയ്യും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗെ സ്തൗമൻകാലോസ്. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രബലതയും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടവിടാതെ അർപ്പിപ്പാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസിയുടെ മരണത്തോടനുബന്ധിച്ച് ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധമാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാതമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപകളും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗമേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവുമെന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിലയിലുള്ള പ്രത്യാശയുടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിനെ അവിടുത്തെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും
എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനെല്ലാം വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ കൊണ്ട് അരുളി ചെയ്ത വചനം ഞങ്ങളിലും അവിടുത്തെ മകളിലും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ പരേതരം നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് അവിടുത്തെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയ സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും കൈക്കൊള്ളുമാറാകട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകളകോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരുദാസേനി ജീവാസുരമതുണർത്തണമേ. തേനായി സ്തൗമൻകാലുസ് രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തു മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ ഗാന്ധി. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നെള്ളും രാജാമുകിലഴകിന്മേലാഘോഷിത ആയിടുന്നു. നയവാൻമാർദൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണേഞ്ഞെതിരേൽപ്പാന പോയിടും. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിടണമേ. നിന്നിൽ ശരണത്ത് നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും. മൃതരിൽ കനിയണ്ണ ഇവള ബറാകത്തിന്റെയും ഇസഹാക്കുടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃതർ തന്നുയരും സുധനെന്നു ശരീരാത്മാക്കൾ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെയും ഈ പ്രിയ മാതാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ഏവരും ഇവിടെ എത്തിയിരിക്കുന്നു. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മരണത്തിന് രണ്ട് മാനങ്ങൾ കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മരണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ തരത്തിലുള്ള ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായിട്ടല്ല, ദൈവബന്ധത്തിൽ നിന്നുള്ള അകൽച്ചയാണ് മരണം. ആ തരത്തിൽ മരണത്തെ കാണുമ്പോൾ പിന്നീട് ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ മരണമെന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നു. എങ്കിലും യേശു തമ്പുരാൻ പഠിപ്പിച്ച വാക്ക് നിദ്ര എന്നുള്ളതാണ്. നിദ്ര ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്ന് ഉണരും. ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അതുവരെ ഭൂമിയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സർവ്വശരീരങ്ങളും തിരികെ കൊടുക്കുവാൻ ദൈവത്തിന്റെ ശബ്ദം ഭൂമിയോട് ആവശ്യപ്പെടും. ഭൂമി സകല മൃതരെയും തിരികെ കൊടുക്കും. ജീവനോടുള്ളവർ രൂപാന്തരപ്പെടുകയും മരിച്ചവർ പുതുശരീരം ധരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ശരീരം കാണുവാൻ, ഉയർപ്പ് കഴിഞ്ഞ് സ്വർഗാരോഹണം വരെയുള്ള 40 ദിവസക്കാലം ഉയർപ്പിന്റെ ശരീരത്തോട് ഈ ലോകത്ത് വസിച്ച ആ ശരീരം അതേപടി കാണുവാനായിട്ടുള്ള പദവിയിൽ സർവരും ആ അന്ത്യസമയത്തെ ആയിത്തീരും. ആ വലിയ പ്രത്യാശയിൽ നാം ആയിരിക്കുന്നു. ഈ പ്രിയമാതാവിനെ യാത്രയയക്കുന്നു. ലോകപരമായ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ കൃപയൊക്കെയും പ്രാപിച്ച് മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷിപ്പാനും അവരെ വാത്സല്യത്തോടെ വളർത്തുവാനുമായിട്ടുള്ള ആ വലിയ കൃപ പ്രാപിക്കുകയും വാർദ്ധക്യത്തിൽ അവരുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും ഒക്കെ സ്വീകരിക്കുകയും ലഭിക്കാനായിട്ടുള്ള പദവി ലഭിച്ചുകൊണ്ട് ഒരുക്കത്തോടെ ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്ന മാതാവിനെ സർവശക്തനായ ദൈവം സ്വർഗീയാരാമത്തിൽ വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേർപാടിൽ ദുഃഖിതരായ പ്രിയപ്പെട്ട എല്ലാവരെയും സർവശക്തനെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ മരണത്തെയും ഒന്ന് ഓർക്കുവാൻ ഈ സമയം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മഞ്ചലികൾ എഴുതി നാം വായിക്കാറുള്ളത് പോലെ ഇന്ന് ഞാൻ നാളെ നീ. ഈ മാതാവ് നമ്മോട് പറയുന്നു, നിങ്ങൾക്കൊക്കെ ഇതുപോലെ ദിവസമുണ്ടാകും.
ഒരുക്കത്തോടെ ജീവിക്കുക. സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഏവർക്കും അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാക്കിയത് ഈ മാതാവിന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്ന ആളിന്റെ സഹോദരിയാണ് എന്റെ ഇളയ സഹോദരന്റെ ഭാര്യ. ആ തരത്തിലുള്ള കുടുംബത്തോടുള്ള ബന്ധം, പ്രത്യേകിച്ചും സ്വാമിച്ചായനോടും മണ്ടമാമയോടുമുള്ള ബന്ധം, അതിന്റെ വെളിച്ചത്തിൽ ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനാണ് ഞാൻ. അതിന് സഭയുടെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ അല്പമായ ഭാഗമാണ് ഇവിടെ ഈ പ്രാർത്ഥനയാൽ ശുശ്രൂഷയായി നടത്തിയത്. ദൈവമായ കർത്താവ് എല്ലാ കൃപയിലും അനുഗ്രഹത്തിലും ഇവരെയും നിറയ്ക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാകുന്നു. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും നമ്മെ വഴി നടത്തട്ടെ. പിതാവ പെണ്ണിൻ മകനുയർത്തേകിയോൻ വിജയം നൽകാൻ വരുമല്ലോ. വിധവ പെണ്ണിൻ മകനുയർത്തേകിയോൻ വിജയം നൽകാൻ വരുമല്ലോ. കണ്ണീരെല്ലാം അറിയും ദൈവം കാവലായി
ആശ്വാസത്തിന് വകയില്ലാതെ ആത്മനൊമ്പരമൊഴുകുമ്പോൾ ആശ്വാസത്തിരുവകയില്ലാതെ ആത്മനൊമ്പരം ഒഴുകുമ്പോൾ ലാസറിനെ പ്രതി വിലപിച്ചവൻ നിൻ ഗദ്ഗദമെല്ലാം അറിയുന്നു. ലാസറിനെ പ്രതി വിലപിച്ചവൻ നിൻ ഗദ്ഗദമെല്ലാം അറിയുന്നു. പ്രിയരെ ഓർത്ത് കരയും നേരം മാനസമിരുളിൽ ആഴരുതേ. പ്രിയരെ ഓർത്ത് കരയും നേരം മാനസമിരുളിൽ താഴരുതേ. കാൽവരിമേലെ സ്വയബലിയായോ നിറയും മിഴിനീർ നീക്കിയിടും. കാൽവരിമേലെ സ്വയബലിയായോ നിറയും മിഴിനീർ നീക്കിയിടും. സൂര്യൻ മറയാത്ത സീയോനിൽ സ്വർഗനാഥന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവ സ്തുതികളാൽ. സൂര്യൻ മറയാത്ത സീയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. ഈ ആത്മാവിനു കൂട്ടാകണേ, ഈ ആത്മാവിനു കൂട്ടാകണേ. എന്നെ ഓർത്തിനിക്കരയല്ലേ, ആത്മനാൽ കൂടെ ഞാനുണ്ടല്ലോ. എന്നോർത്തിനിക്കരയല്ലേ, ആത്മനാൽ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സീയോനിൽ
സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ ഈ ആത്മാവിനും കൂട്ടാകണേ, ഈ ആത്മാവിനും കൂട്ടാകണേ. പൈതലം മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലം മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, എന്റെ ആത്മാവിനേകുവാൻ ദൂതരുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതരുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ ഈ ആത്മാവിനു കൂട്ടാകണേ, ഈ ആത്മാവിനു കൂട്ടാകണേ. വിട്ടു പോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യയായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത
മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരുത്ത് വലം ഭാഗേ. ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് രക്ഷയുയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോക്കണമേ. അവന്റെ സന്തോഷവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ജീവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനീണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായെന്നോട് നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാവിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുത്ഥാനം ഇതരാംഗനിവാർന്നരുളട്ടെ കർത്താവകിലേശൻ. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. ഹൃദയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ, മരണമുറക്കം മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. അഗാധനെ വിളിക്കുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
കേൾക്കാത്തത് ഞാൻ വിളിക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം മാറ്റുന്നെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, ഇതിന് ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ നീക്കും. ആമേൻ. ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതി ദിവസം നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് കൂടി ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ഈ ദാസയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ നീ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷവും നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി നീ വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉഴവൂർ ഇടവക അംഗം എന്ന നിലയിലും ഈ കുടുംബത്തിന്റെ നാഥ എന്ന നിലയിലും വർഷങ്ങളായി ഒരു കടാവിളക്കായി പ്രസവിച്ചിരുന്ന ഈ അമ്മച്ചിയെ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയാക്കാം. സഭയുടെ നാമത്തിൽ സമ്മേളിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് ഈ ഔദ്യോഗികമായ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാലടിക്കുമ്പോൾ മാറിപ്പോവുകയും ചെയ്യുന്നു. അത് വന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം മേൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, പാട്ടിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു ബലം ഭാഗ്യേ നൽകണമേ നിത്യായുസ്സിൻ
പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പകലത്തെ എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഈർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഈർപ്പിനുമായി പുറത്തുവരും. ബഹുമാനപ്പെട്ട വൈദികരെ, വേലിക്കെട്ടൽ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, ഇടവക ജനങ്ങളെ, വേലിക്കെട്ടൽ കുടുംബത്തിന്റെ വിളക്കായി എന്നും വിശ്വാസത്തിന്റെ ദീപം കത്തിക്കുകയും പ്രോജ്വലിപ്പിക്കുകയും അത് തന്റെ കുടുംബത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ആ വിശ്വാസത്തിന്റെ ദീപം കൈമാറി ഇന്ന് നമ്മളിൽ നിന്നും പിതാവിന്റെ സ്വരം ശ്രവിച്ച് ആ വിളിക്കനുസരിച്ച് സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകി ക്രൈസ്തവ വിശ്വാസം ഒരു പുതു ജീവിതത്തിന് തുടക്കം കുറിക്കലാണ് മരണം. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉചിതമായ ഒരു യാത്രയയപ്പ് ഈ അമ്മച്ചിക്ക് നൽകിക്കൊണ്ട് ഈ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഒന്നുചേർന്ന് മക്കളോട് ഇടവകാംഗങ്ങളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന ഇവരുടെയും നാമത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ടും പ്രാർത്ഥന നേർന്നുകൊണ്ടും നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഇവർക്ക് ആശ്വാസം പകരുവാനും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാനും മരണം ഒരു നേട്ടമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാനും ഈ മരണാനന്തര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. പുന്നത്തറയിലുള്ള ചാരാത്ത് എന്ന പ്രശസ്തമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പുഴവോര് വേലിക്കെട്ടയിൽ ഇട്ടിക്കുഞ്ഞിന്റെ ഭാര്യയായി കടന്നുവന്ന അവസരത്തിൽ കുടുംബത്തിന്റെ മാഹാത്മ്യവും ചാരാത്ത് കുടുംബത്തിന്റെയും വേലിക്കെട്ടൽ കുടുംബത്തിന്റെയും രണ്ട് കുടുംബത്തിന്റെ മാഹാത്മ്യവും പ്രൗഢിയും അത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാണിക്കുവാനും പ്രകടിപ്പിക്കുവാനും അത് തന്റെ പ്രവർത്തന ശൈലിയിലും സംസാര ശൈലിയിലും അത് തിളങ്ങി നിൽക്കുവാനും ഒത്തിരിയേറെ ജീവിതത്തിൽ പരിശ്രമിക്കുകയും
ആ ഒരു നല്ല സംസ്കാരം കുഞ്ഞുങ്ങളിലേക്കും കുടുംബത്തിലേക്കും പകർന്നു കൊടുക്കുവാൻ സർവേശ്വരൻ നൽകിയ എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളിലും കഴിവിനനുസരിച്ച് പരിശ്രമിക്കുകയും ചെയ്ത ഒരു നല്ല അമ്മച്ചിയുടെ മരണത്തിലാണ് നമ്മൾ പങ്കെടുക്കുക. ഈ അമ്മച്ചിയെ യാത്രയയക്കുമ്പോൾ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെയും മിനുമിനുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയും ഒക്കെ ജീവിത അനുഭവങ്ങളെ ഏറ്റുവാങ്ങി ആ അനുഭവത്തിൽ നിന്നും ഒരിക്കലും തളരാതെ പതറാതെ നിലനിൽക്കുവാനായിട്ട് സാധിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ ഏലിയാമ്മച്ചിയെടുത്തി എന്ന് നമ്മുടെ അമ്മച്ചി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. 86 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഏറെ മനസ്സിലാകുന്നതിനേക്കാൾ അതൊക്കെ അധികമായിട്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാരാബ്ധങ്ങൾ ഏറ്റുവാങ്ങി താൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ നിന്നും കിട്ടിയ നല്ല പൈതൃകവും വിശ്വാസ പാരമ്പര്യവും വിവാഹത്തിലൂടെ കടന്നുവന്ന ഈ കുടുംബത്തിൽ തന്റെ കുടുംബജീവിതത്തിലെ ജീവിത പങ്കാളിയോട് ചേർന്ന് മക്കളുടെ എല്ലാ പരിശീലനത്തിലും വളർച്ചയിലും ആ ഒരു വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നല്ല പൈതൃകം കാണിച്ചു കൊടുക്കുവാനും കൈമാറി കൊടുക്കുവാനും സാധിച്ചതിന്റെ ഒരു സാഫല്യത്തിലാണ് ഇന്ന് ഈ അമ്മച്ചി ഈ കുടുംബത്തിൽ നിന്നും യാത്രയാവുക. ബേബിച്ചേട്ടനെ സംബന്ധിച്ചും പെണ്ണമ്മ ലിസി, ലൗസി, ജോസ് എന്നിവരെ സംബന്ധിച്ചും ഒരിക്കലും മറക്കാനാവാത്ത ഒരു നല്ല ഓർമ്മകളാണ് ഈ അമ്മച്ചി അവരുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്തിരിക്കുക. നമുക്കേവർക്കും അറിയാം, ഒരമ്മ എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭാവമാണ്. കരുതലിന്റെയും അതോടൊപ്പം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഇല്ലായ്മകളുടെയും അനുഭവം നാം പറയുന്നതിന് മുമ്പ് തന്നെ ഒപ്പിയെടുക്കുവാൻ കഴിവുള്ള ഒരു മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അമ്മയുടെ ആ നേർസാക്ഷ്യം എന്ന് നമുക്ക് ഏറ്റുപറയുവാനായിട്ട് കഴിയും. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് എന്നും ഒരു തീരാ നഷ്ടമാണെങ്കിലും ക്രൈസ്തവ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കുടുംബത്തിൽ നിന്നും മരണത്തിലൂടെ വേർപിരിയാതിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന പ്രകൃതി നിയമത്തിന് വിധേയയായി ഈ മരണം ഒരു മതിലല്ല മറിച്ചൊരു വാതിലാണെന്നുള്ള വിശ്വാസത്തിലേക്ക് ഈ അമ്മച്ചിയുടെ മരണം നമ്മെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. കാരണം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ക്രൈസ്തവന്റെ ജീവിതം. അതൊരു നിത്യ ജീവിതത്തിലേക്കുള്ള കവാടമാണ് മരണമെന്ന യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഈ അമ്മച്ചിയെ നമുക്ക് ഏറെ സന്തോഷത്തോടുകൂടി വളരെയേറെ സമാധാനത്തോടുകൂടി നമുക്ക് യാത്രയാക്കാം. മക്കളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയ നല്ല മൂല്യങ്ങളും പ്രാർത്ഥനയുടെയും നല്ല പാരമ്പര്യത്തിന്റെയും ഒക്കെ നല്ല പൈതൃകങ്ങളും അത് അവരുടേതായ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ കൈമുതലായി സൂക്ഷിച്ചുകൊണ്ട് അത് പ്രോജ്വലിപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ്, അത് മറ്റുള്ളവർക്ക് കൈമാറിക്കൊടുക്കുവാൻ, അവരുടെ മക്കൾക്ക് കൈമാറിക്കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് ഈ അമ്മച്ചിയോടുള്ള ഏറെ കടമയും അതോടുള്ള അമ്മച്ചിയോടുള്ള സ്നേഹവും ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നതായിട്ട്, പ്രായോഗികമായിട്ട് സ്നേഹത്തിൽ ജീവിക്കുന്നതായിട്ട് മക്കൾക്ക് ഏറ്റുപറയുവാൻ കഴിയുക. പ്രിയമുള്ളവരെ, നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ അമ്മച്ചി കാണിച്ചു കൊടുത്ത നല്ല മാതൃകകൾ അവരുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രബലപ്പെടുത്തുവാനും ഓരോ ഇടവകയിലും ഒരു നല്ല കുടുംബങ്ങളായിട്ട് രൂപീകൃതമാകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അത് ഈ അമ്മച്ചി കാണിച്ചു കൊടുത്ത ഒരു വലിയ മാതൃകയായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിയുടെ ജീവിതത്തിലെ മാനുഷികമായ ബലഹീനതകളാൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളും വീഴ്ചകളും ദൈവസന്നിധിയിൽ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കി സ്വർഗീയ രാജ്യത്തിൽ മാലാഖമാരോടൊന്നിച്ച് നിത്യാനന്ദം അനുഭവിക്കുവാൻ ഈ അമ്മച്ചിയെ ഭാഗ്യമായിട്ട് അവിടുന്ന് കരുതണമേ, അവിടുന്ന് അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നു വരുന്ന മൃതസംസ്കാര ശുശ്രൂഷയിലെ പ്രാർത്ഥനയില് ഭക്തിപൂർവ്വം നമുക്ക് പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം കുടുംബാംഗങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ ആത്മാവിന് നിത്യശാന്തി നമുക്ക് നൽകുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന്
കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ എന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗജാതത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയിരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. മൃതശരീരം ഇടവക ദേവാലയത്തിലേക്ക് സമർപ്പിക്കപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് മഴയുടെ ഒരു സാഹചര്യമുണ്ട്. അത് കണക്കാക്കി എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ പരിസരത്ത് നിന്നും എല്ലാവരും വഴിയിലേക്ക് ഇറങ്ങി സൗകര്യാർത്ഥം വഴിയുടെ സൈഡിൽ ചേർന്ന് ദേവാലയത്തിലേക്ക് പോകുവാൻ, പ്രാർത്ഥനാപൂർവം പോകുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് അറിയിക്കുകയാണ്. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ
വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങൾ